ദ ലെജൻഡറി സ്റ്റാൻലി കുബ്രിക്കിൻ്റെ അവസാനത്തെ സിനിമയായിട്ടുള്ള 1999 പുറത്തിറങ്ങിയ ദ ഐസ് വൈറ്റ് ഷട്ട് എന്ന് പറയുന്ന സിനിമയിൽ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട സീൻസ് ഉണ്ട്. ഡോക്ടർ ബിൽ ഹാർഫോർഡ് എന്ന് പറയുന്ന ടോം ക്രൂസ് ചെയ്ത ഇതിലെ നായക കഥാപാത്രം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു വലിയ മാൻഷനിൽ എത്തിച്ചേരുന്നതും അവിടെ മുഖം മൂടി ധരിച്ച ആളുകൾ വളരെ നിഗൂഢമായ ചില സീക്രട്ട് റിച്വൽസ് ചെയ്യുകയും സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻസ് നടത്തുന്നതുമായിട്ടാണ് കാണിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ന്യൂസാണ് എപ്സ്റ്റൈൻ ഫയൽസ്. ജെഫ്രി എപ്സ്റ്റൈൻ അയാളുടെ ഐലൻഡിൽ ഇത്തരത്തിലുള്ള സീക്രട്ട് റിച്വൽസും ചൈൽഡ് സാക്രിഫൈസും സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻസും ഒക്കെ നടത്തിയിരുന്നു എന്നുള്ളത് നമ്മൾ എപ്സ്റ്റൈൻ ഫയൽസിലൂടെ കണ്ടിട്ടുള്ളതാണ്. അതിലുൾപ്പെട്ട ആളുകളാവട്ടെ ബില്യണേഴ്സും പൊളിറ്റീഷ്യൻസും സയൻറ്റിസ്റ്റുകളും സെലിബ്രിറ്റീസും ഒക്കെയാണെന്ന് നമ്മൾ കണ്ടു. സോ വർഷങ്ങൾക്ക് മുമ്പ് കുബ്രിക്ക് ഐസ് വൈറ്റ് ഷട്ട് എന്ന് പറയുന്ന സിനിമയിലൂടെ നമുക്കൊരു വാർണിംഗ് ആണോ നൽകിയത്? If you make any further inquiries or if you say a single word to anyone. ഡോക്ടർ വില്യം ബിൽ ഹാർഫോർഡും ഭാര്യ ആലീസും ന്യൂയോർക്ക് സിറ്റിയിലാണ് താമസിക്കുന്നത്. അവർക്കൊരു കൊച്ചുമുണ്ട്, പേര് ഹെലന. ബില്ലിൻ്റെ പേഷ്യൻറ്റും അതിസമ്പന്നനുമായിട്ടുള്ള വിക്ടർ സീഗ്ലർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ക്രിസ്മസ് പാർട്ടി നടത്തുന്നുണ്ട്. ബില്ലും ആലീസും ആ പാർട്ടിയിൽ പങ്കെടുക്കുന്നു. പാർട്ടിയിൽ വെച്ച് ബില്ല് തൻ്റെ മെഡിക്കൽ സ്കൂൾ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള നിക് നൈറ്റിംഗലിനെ കാണുന്നു. അയാൾ ആ പാർട്ടിയിൽ പിയാനോ വായിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് ഒരു ഓൾഡർ ഹംഗേറിയൻ ഗസ്റ്റ് ആലീസിനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു. അതുപോലെ തന്നെ വേറെ 2 യങ് മോഡൽസ് ബില്ലിനെയും ട്രൈ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് വിക്ടർ ബില്ലിനെ റൂമിലേക്ക് വിളിപ്പിക്കുന്നു. ഓവർഡോസ് ഡ്രഗ് യൂസ് ചെയ്ത വിക്ടറുമായി സെക്സിലേർപ്പെട്ട മാൻഡി എന്ന് പറയുന്ന ഒരു യുവതി അബോധാവസ്ഥയിലാവുന്നു. അവളെ നോക്കാനാണ് ബില്ലിനെ പെട്ടെന്ന് വിക്ടർ റൂമിലോട്ട് വിളിപ്പിച്ചത്. ബില്ല് പരിചരിച്ചതിന് ശേഷം മാൻഡി ഓക്കെ ആവുന്നു. ഇനി ഇത്തരത്തിലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്തതെന്നുള്ള വാർണിങ്ങും ബില്ല് ആ യുവതിക്ക് കൊടുക്കുന്നു. വിക്ടർ ബില്ലിനോട് താങ്ക്സ് പറഞ്ഞ് അവിടെ നിന്നും അവർ പാർട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നു. പാർട്ടി കഴിഞ്ഞ് തിരിച്ചെത്തിയ ആലീസും ബില്ലും മരിജുവാന സ്മോക്ക് ചെയ്ത് തങ്ങളുടെ നടക്കാത്ത സ്വപ്നങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോഴാണ് ആലീസ് ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. ഒരു വെക്കേഷനിൽ കണ്ടുമുട്ടിയ നേവൽ ഓഫീസറോട് തനിക്ക് ഒരു അട്രാക്ഷൻ തോന്നിയെന്നും ബില്ലുമായി സെക്സിലേർപ്പെടുമ്പോൾ പോലും അയാളെയാണ് ഓർത്തിരുന്നത് എന്നും ആലീസ് അബോധാവസ്ഥയിൽ വിളിച്ചു പറയുന്നു. ഇത് ബില്ലിനെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അതേസമയം ബില്ലിൻ്റെ ഒരു പേഷ്യൻ്റ് മരിച്ചതായിട്ട് ഒരു കോൾ വരുന്നു. അവൻ ഉടനെ തന്നെ അവിടെ എത്തുന്നു. അപ്പോഴാണ് മരിച്ച പേഷ്യൻറ്റിൻ്റെ മകൾ ബില്ലിനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അവൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. ആലീസ് പറഞ്ഞ കാര്യം ബില്ലിനെ അലട്ടിക്കൊണ്ടേയിരുന്നു. താൻ ആലീസിനോട് ഇത്ര ലോയൽ ആവേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള തോന്നൽ ബില്ലിന് തോന്നി തുടങ്ങി. അങ്ങനെ ബില്ല് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്ത് എത്തുന്നു. എന്നാൽ കെട്ടടങ്ങിയ ആലീസ് വിളിച്ച് സംസാരിച്ചപ്പോൾ ബില്ല് അവിടെ നിന്നും ഇറങ്ങുന്നു. അങ്ങനെ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോഴാണ് പാർട്ടിയിൽ വെച്ച് കണ്ട ഓൾഡ് ഫ്രണ്ടായ നിക് നൈറ്റിംഗേൽ അവിടെ ഒരു ക്ലബിൽ ഉണ്ടെന്ന് അറിയുന്നത്. അവിടെ കയറി ബില്ല് നിക്കിനെ മീറ്റ് ചെയ്യുന്നു. തനിക്ക് 2 മണിക്ക് മറ്റൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്നും അവിടെ ബ്ലൈൻഡ് ഫോൾഡ് ധരിച്ചാണ് വായിക്കേണ്ടത് എന്നും നിക്ക് പറയുന്നു. താനും വരുന്നുണ്ടെന്ന് ബില്ല് വാശി പിടിക്കുന്ന സമയത്ത് നിക്ക് അവനെ നിരുത്സാഹപ്പെടുത്തുന്നു. കാരണം നീ അവിടെ വരേണ്ടെന്നും അവിടെ എന്തൊക്കെയോ നിഗൂഢമായി നടക്കുന്നുണ്ടെന്നും നിക്ക് പറയുന്നു. എന്നാൽ അവിടെ കയറാനുള്ള ഫിഡേലിയോ എന്ന് പറയുന്ന പാസ്വേഡ് കിട്ടിയ ബില്ല് ആ മാൻഷനിൽ എത്തുന്നു. സോമർ ടൗൺ മാൻഷൻ എന്ന ആ മാൻഷനിൽ വെച്ചാണ് സീക്രട്ട് സൊസൈറ്റിയിലെ ഗ്ലോബൽ എലൈറ്റ് ആളുകൾ ഈ സീക്രട്ട് സെക്ഷൽ റിച്വൽസിൽ ഏർപ്പെടുന്നത്. അവരെപ്പോലെ ബില്ലും മുഖംമൂടിയും കോട്ടുമെല്ലാം അണിഞ്ഞാണ് എത്തിയത്. അവിടെ ബില്ലിനെ ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും കാണുന്നു. അവിടെ കണ്ട ഒരു പെൺകുട്ടി ബില്ലിനെ വാൺ ചെയ്യുന്നുണ്ട്. നിങ്ങളിവിടെ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു എന്നും ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണെന്നും എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്നും ആ പെൺകുട്ടി ബില്ലിനോട് പറയുന്നു. അവൾ മാസ്ക് ധരിച്ചിരുന്നതിനാൽ ബില്ലിന് ആരാണ് അവളെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഒരാൾ വന്ന് ബില്ലിനെ ഈ റിച്വൽ നടത്തുന്ന മെയിൻ ആളുടെ അടുത്ത് കൊണ്ടുപോകുന്നു. അയാൾ 2ാമത്തെ പാസ്വേഡ് പറയാൻ ബില്ലിനോട് ആവശ്യപ്പെടുന്നു. ബില്ലിന് പാസ്വേഡ് അറിയില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ മുഖം മൂടി അഴിക്കുകയും വിവസ്ത്രനാകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ബില്ല് അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയ നേരത്തെ വാൺ ചെയ്ത പെൺകുട്ടി ബില്ലിനെ രക്ഷിക്കുന്നു. പകരം തന്നെ സാക്രിഫൈസ് ചെയ്തോളാൻ ആവശ്യപ്പെടുന്നു. ഇവിടെ കണ്ട കാര്യങ്ങൾ പുറത്തു പറയരുത് എന്ന് പറഞ്ഞ് അയാൾ ബില്ലിനെ ശക്തമായി ഭീഷണിപ്പെടുത്തുന്നു. അവിടെ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ട ബില്ല് തിരിച്ച് വീട്ടിലെത്തുന്നു. അടുത്ത ദിവസം ബില്ല് നിക്കിനെ അന്വേഷിച്ച് നിക്ക് താമസിച്ചിരുന്ന ഹോട്ടലിൽ എത്തുന്നു. എന്നാൽ നിക്കിനെ 2 പേർ ചേർന്ന് നിർബന്ധിച്ച് രാവിലെ തന്നെ കൊണ്ടുപോയി എന്ന് റിസപ്ഷനിസ്റ്റ് പറയുന്നു. വാടകയ്ക്കെടുത്ത വസ്ത്രം തിരിച്ചു കൊടുക്കാൻ ചെന്നപ്പോഴാണ് ബില്ല് അത് ശ്രദ്ധിച്ചത്. മുഖംമൂടി എടുക്കാൻ താൻ മറന്നിരിക്കുന്നു. പകൽ ആ മാൻഷനിൽ ചെന്ന് നോക്കാൻ ബില്ല് തീരുമാനമെടുക്കുന്നു. അങ്ങനെ ആ മാൻഷൻ്റെ ഗേറ്റിലെത്തിയപ്പോൾ ഒരാൾ വണ്ടിയിൽ വന്ന് ഒരു എൻവലപ്പ് നൽകി തിരിച്ചു പോകുന്നു. അതിൽ ബില്ലിനുള്ള അവസാനത്തെ വാർണിംഗ് ആയിരുന്നു. ഇതിന് പിന്നിൽ നടക്കരുതെന്നും തിരിച്ച് നിന്റെ കാര്യം നോക്കി പോകണം എന്നുമായിരുന്നു ആ എൻവലപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. തിരിച്ച് രാത്രി നടന്നു പോകുമ്പോൾ ബില്ലിനെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു.
തന്നെ മാൻഷനിൽ വെച്ച് രക്ഷിച്ചത് വിക്ടറിൻ്റെ പാർട്ടിയിൽ താൻ ചികിത്സിച്ച മാൻഡിയാണെന്നും അവൾ മരിച്ചു എന്നും ഉള്ള പത്രവാർത്ത ബില്ല് കാണുന്നു. ഇതേ സമയം വിക്ടർ ബില്ലിനെ വിളിപ്പിക്കുന്നു. താനും ആ മാൻഷനിൽ അന്ന് രാത്രി ഉണ്ടായിരുന്നെന്നും തനിക്കെല്ലാം അറിയാമെന്നും വിക്ടർ പറയുന്നു. അന്ന് അവിടെ മുഖംമൂടിക്കുള്ളിൽ ഉണ്ടായിരുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് അറിഞ്ഞാൽ നീ വിശ്വസിക്കില്ലെന്നും വിക്ടർ പറയുന്നുണ്ട്. അന്ന് അവിടെ കണ്ടതെല്ലാം ഫേക്കാണെന്നും ബില്ലിനെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്നും വിക്ടർ പറയുന്നുണ്ടെങ്കിലും മാൻഡിയുടെ മരണവാർത്ത കാണിക്കുമ്പോൾ അദ്ദേഹം ഒന്ന് പതറുന്നുണ്ട്. അതിനുശേഷം അത് വളരെ സ്വാഭാവിക മരണമാണെന്നും ഡ്രഗ് ഓവർഡോസ് ആണ് കാരണമെന്നും വിക്ടർ പറഞ്ഞ് ബില്ലിനെ സമാധാനിപ്പിക്കുന്നു. തിരിച്ച് വീട്ടിലെത്തിയ ബില്ല് തൻ്റെ ബെഡിലുള്ള നഷ്ടമായ മാസ്ക് കണ്ട് പൊട്ടിക്കരയുകയും ആലിസിനോട് എല്ലാം ഓപ്പണായിട്ട് പറയുകയും ചെയ്യുന്നു. അടുത്ത ദിവസം മകളെയും കൊണ്ട് ആലിസും ബില്ലും ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോവുകയും തങ്ങളുടെ ഡിസയറുകളെല്ലാം മാറ്റിവെച്ച് അവസാനം വരെ ഒരുമിച്ചുണ്ടാവുമെന്ന് പറഞ്ഞ് സിനിമ അവസാനിക്കുന്നു. ഐസ് വൈറ്റ് ഷട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ കോൺസ്പിറസിയാണ് കുബ്രിക്കിൻ്റെ മരണം. സിനിമയുടെ ഫൈനൽ കട്ട് കൈമാറി ദിവസങ്ങൾക്കകം കുബ്രിക്ക് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുന്നു. സിനിമയിൽ സീക്രട്ട് സൊസൈറ്റികളെക്കുറിച്ചും അവരുടെ സീക്രട്ട് റിച്വൽസും ചൈൽഡ് സാക്രിഫൈസും എല്ലാം കുബ്രിക്ക് കാണിച്ചിരുന്നു എന്നും എന്നാൽ ഇതൊന്നും കട്ട് ചെയ്യാൻ അദ്ദേഹം സമ്മതിച്ചില്ല. സോ അതുകൊണ്ടാണ് സംതിങ് ഹാപ്പൻ ടു ഹിം എന്ന് പറയുന്ന കോൺസ്പിറസി തിയറികൾ നിലനിൽക്കുന്നത്. പൾപ്പ് ഫിക്ഷൻ സിനിമയുടെയൊക്കെ സ്ക്രീൻ റൈറ്റർ കൂടിയായിട്ടുള്ള റോജർ ഏവറി പറയുന്നത് കുബ്രിക്കിന്റെ മരണശേഷം ഏതാണ്ട് 25 മിനിറ്റ് വരുന്ന സിനിമയുടെ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. The movie was recut and changed after his death. ലണ്ടനിലെ ഒരു തിയേറ്ററിൽ ഐസ് വൈറ്റ് ഷട്ട് പ്രദർശിപ്പിച്ചപ്പോൾ തൻ്റെ അനുവാദം കൂടാതെ ആരാണ് സിനിമ കട്ട് ചെയ്തതെന്ന് ചോദിച്ച് കുബ്രിക്ക് പ്രശ്നമുണ്ടാക്കിയതായിട്ട് ചില ആളുകൾ കണ്ടതായിട്ട് പറയുന്നു. അതിനുശേഷം 4 ദിവസം കഴിഞ്ഞാണ് കുബ്രിക്ക് ഹൃദയാഘാതത്തെ തുടർന്ന് മരണമടയുന്നത്. മറ്റൊരു തിയറി സിനിമയുടെ എൻഡിങ്ങിൽ ബില്ലിൻ്റെയും ആലിസിൻ്റെയും മകളെ അവർ ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ടോയ് ഷോപ്പിൽ കൊണ്ടുപോകുന്ന സമയത്ത് അപരിചിതരായിട്ടുള്ള 2 വ്യക്തികൾ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്ന വിധത്തിലുള്ള ഒരു സീനുണ്ട്. ഈ 2 വ്യക്തികൾ സിനിമയുടെ തുടക്കം മുതൽ പല സ്ഥലത്തും കാണാമെന്നും ആദ്യത്തെ ക്രിസ്മസ് പാർട്ടിയിൽ വിക്ടറിൻ്റെ ഗസ്റ്റായിട്ട് ഇവർ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. See those 2 guys walking off with the daughter, taking her away. They've given their daughter to the pedo cult. ഇത് ആലിസിന് അറിയാമായിരുന്നു എന്നും സോ അതാണ് സിനിമയുടെ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന ഐസ് വൈറ്റ് ഷട്ട്. നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാം പക്ഷെ അറിയാത്ത പോലെ നടിക്കുക എന്നർത്ഥം വരുന്ന രീതിയിൽ എന്ന് പറയുന്ന ഒരു തിയറിയും സിനിമയ്ക്ക് ഉണ്ട്. സിനിമയിലെ സോമർ ടൗൺ മാൻഷനായി കാണിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ മെൻഡമോർ ടവേഴ്സ് ആണ്. ഇത് 1977 വരെ റോസ്ചൈൽഡ് ഫാമിലിയുടെ ഭാഗമായിരുന്നു. റോസ്ചൈൽഡ് എന്നത് സീക്രട്ട് സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള വൺ ഓഫ് ദ ഫാമിലിയാണ്. 1972 ഡിസംബറിൽ റോസ്ചൈൽഡ് ഫാമിലി ഒരു പാർട്ടി നടത്തിയിരുന്നു. അവിടെ വന്നവരെല്ലാം വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് ഉള്ള ആക്സസറീസും മറ്റും ധരിച്ചാണ് എത്തിയിട്ടുള്ളത്. പിന്നെ ആ പാർട്ടിയിൽ നടന്ന പല കാര്യങ്ങളും വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഓടായിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്നും പല രേഖകളും ഉണ്ട്. ഐസ് വൈറ്റ് ഷട്ടിലെ ആ മാൻഷൻ സീനിൽ വരുന്ന മ്യൂസിക് ഒരു റൊമാനിയൻ ഓർത്തഡോക്സ് ആരാധനാക്രമത്തിനെ റിവേഴ്സിൽ ആലപിക്കുന്നതാണ്. അതായത് ദൈവത്തിന് റിവേഴ്സ് ആയത്, ഓപ്പോസിറ്റ് ആയത് ഈവിൾ. മാത്രമല്ല അതിലെ ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് ഒരു തമിഴ് ലിറിക്സും വരുന്നുണ്ട്. റിയൽ വേൾഡിൽ നമ്മൾക്ക് കാണാൻ സാധിക്കാത്ത, നമ്മൾ അറിയാത്ത കാര്യം കുബ്രിക്ക് സിനിമയിലൂടെ കാണിച്ചു. എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വരുന്നത് വരെ ഇതെല്ലാം ഒരു കോൺസ്പിറസി തിയറി മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം റിയാലിറ്റിയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഐസ് വൈറ്റ് ഷട്ടിലൂടെ കുബ്രിക്ക് ഒരു മുന്നറിയിപ്പായിരുന്നു നമുക്കെല്ലാം തന്നിട്ടുണ്ടായിരുന്നത്? കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക.